നാം വെറുതെ കളയുന്ന കമുകിൻ പാളയും ഒരു മികച്ച വരുമാന മാർഗമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. പാള കൊണ്ട് നിർമ്മിക്കുന്ന പാത്രങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിയച്ച് മികച്ച വരുമാനമുണ്ടാക്കുകയാണ് തൃശൂർ സ്വദേശി സച്ചിൻ. കവുങ്ങിൻ പാളയിൽ നിന്ന് പല വലുപ്പത്തിലും ആകൃതിയിലുമുള്ള പാത്രങ്ങൾ നിർമ്മിച്ച് ഇവയ്ക്ക് ആഗോള സ്വീകാര്യത നേടിക്കൊടുക്കാൻ പരിശ്രമം നടത്തുകയാണ് തൃശൂരിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. തൃശൂർ മരോട്ടിച്ചാൽ സ്വദേശി സച്ചിന്റേതാണ് വേറിട്ട ആശയം. വിഷയവുമായി പുലബന്ധമില്ലാത്ത സംരംഭം തുടങ്ങുമ്പോൾ സച്ചിന് കൂട്ടായത് ആത്മവിശ്വാസമായിരുന്നു. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് സച്ചിന്റെ വിദ്യാഭ്യാസം. നാമക്കലിൽ നിന്നായിരുന്നു പഠനം. സച്ചിന്റെ പാർട്ട്ണറുടെ കാര്യവും ഇങ്ങനെ തന്നെ. സച്ചിന്റെ ഉറ്റ സുഹൃത്തായ ബേസിൽ മെക്കാനിക്കൽ പഠനം പൂർത്തിയാക്കിയ ആളാണ്. പ്രകൃതിയിലേക്ക് തിരിച്ച് നാടിനെ നടത്തുന്നതിനും പാളയുടെ വൻ സാധ്യതകൾ ലോകത്തിന് തുറന്നു കാട്ടുന്നതും ഇവരുടെ ലക്ഷ്യമായിരുന്നു. ഏറ്റവും ഒരു വേസ്റ്റായി കണക്കാക്കുന്ന ഒരു പദാർത്ഥമാണ് പാള. അപ്പോൾ അതിൽ ഇതുപോലൊരു പ്രൊഡക്റ്റ് ആയിട്ട് അത് വരുമ്പോൾ അതിന് 100% കയറ്റുമതി സാധ്യതയാണുള്ളത്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനോട് 100% അക്സെപ്റ്റൻസ് ആണ്, ജനങ്ങൾ സ്വീകാര്യതയാണ്. ഇതിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ 100% ആൾക്കാരും അംഗീകരിക്കാൻ തയ്യാറുള്ളൊരു പ്രോഡക്റ്റാണ് പാളപ്ലേറ്റ്. ഡിസ്പോസിബിൾ കാറ്റഗറിയിൽ ഇല കൊണ്ടുള്ള ലോകത്ത് ഇതിനെ പകരം വെക്കാനുള്ളൊരു പ്രോഡക്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. പരമ്പരാഗത പാളപാത്ര നിർമ്മാതാക്കളെക്കാൾ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള പാത്രങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കുമാണ് പാത്രങ്ങൾ കയറ്റുമതി ചെയ്ത് ഇവർ വിദേശ നാണ്യം സമ്പാദിക്കുന്നത്. മരോട്ടിച്ചാലിൽ വീടിനോട് ചേർന്ന് തന്നെ ഒരു കൊച്ചു കെട്ടിടം വാങ്ങിയാണ് ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഗ്രീൻ ഈഡൻ അഗ്രോ ലിമിറ്റഡ് എന്നാണ് ഈ കൊച്ചു സ്ഥാപനത്തിന്റെ പേര്. തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്ന പാത്രങ്ങൾ 10,000-കണക്കിന് എണ്ണമാണ് ഓരോ മാസവും ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. 2 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെയാണ് പാത്രങ്ങളുടെ വലിപ്പം. ഇവയിൽ ഐസ്ക്രീം കപ്പും സോപ്പ് പെട്ടിയും വരെയുണ്ട്. ഇതിൽ 8 ഇഞ്ച് വലിപ്പമുള്ള പാത്രം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് നൽകാൻ ഓർഡർ വന്നിട്ടുണ്ട്. സ്ഥാപനത്തിൽ ഇവരെ കൂടാതെ 3 സ്ത്രീ തൊഴിലാളികളും ഉണ്ട്. 6 ഹൈഡ്രോളിക് ഡൈ മെഷീൻ ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ് പ്രധാനമായും പാള എത്തിക്കുന്നത്. കേരളത്തിലും ഒരുപാട് തോട്ടങ്ങളുണ്ട്, പക്ഷേ അത് കളക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഇല്ലാത്തത്. ഇപ്പൊ അടുത്ത സീസൺ മുതൽ നമുക്ക് കേരളത്തിൽ നിന്നായിരിക്കും 100% ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എത്തിച്ചു തരാനും കളക്ട് ചെയ്യാനും തയ്യാറാണ്. അതിൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയ ശേഷമാണ് പാള മെഷീനിലേക്ക് പോകുന്നത്. പാളയിൽ ഭക്ഷണം കഴിക്കുന്നത് ക്യാൻസർ പ്രതിരോധത്തിന് നല്ലതാണെന്നതും ഇവ ഭൂമിയിൽ പ്ലാസ്റ്റിക്കിനെ പോലെ നാശം ഉണ്ടാക്കുന്നതല്ലെന്നതുമാണ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇതിന് ആവശ്യം വർദ്ധിക്കാൻ കാരണം. എന്നാൽ ഈ ഗുണം നമ്മുടെ സംസ്ഥാനമോ രാജ്യമോ തിരിച്ചറിയുന്നില്ലെന്ന് ഇവർ പറയുന്നു. ഇതിലേക്ക് തിരിയുന്നതിന് മുമ്പ് ആദ്യം തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള ഇവയുടെ യൂണിറ്റുകൾ കണ്ട് പഠിക്കാനും സച്ചിനും ബേസിലും സമയം കണ്ടെത്തിയിരുന്നു. പിന്നീട് 2010-ൽ സംരംഭത്തിന് തുടക്കം. ഇന്നിതൊരു വൻ ബിസിനസ് ശൃംഖലയിലേക്ക് കുതിക്കുന്നു. ഇനി ഇരുവരുടെയും ആഗ്രഹം പാളപാത്രങ്ങളിൽ പഴങ്ങൾ നിറച്ച് സീൽ ചെയ്ത് കയറ്റി അയക്കുന്ന ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങുന്നതാണ്. ഒരു ദിവസം 1400 പാത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണ് ഇപ്പോൾ സ്ഥാപനത്തിനുള്ളത്. കൂടുതൽ മെഷീനുകൾ പ്രദേശത്തെ കുടുംബങ്ങളിൽ നൽകി കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാനും ഇവർ പദ്ധതിയിട്ടിട്ടുണ്ട്.